പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 28 വെള്ളി. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിലെ ഗർന് അൽ ആലമിൽ കഴിഞ്ഞ ദിവസം കാണാതായ ഇന്ത്യക്കാരുൾപ്പെടെ 3 പേരെയും കണ്ടെത്തിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. സ്വദേശി പൗരനെയും 2 ഇന്ത്യക്കാരെയുമാണ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായിരുന്നത്. ഇവർക്കായി റോയൽ എയർഫോഴ്സ് ഒമാന്റെയും പോലീസ് ഏവിയേഷന്റെയും കൺസഷൻ ഏരിയയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും പൗരന്മാരുടെയും സഹകരണത്തോടെ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ഗർന് അൽ ആലം പ്രദേശത്ത് കൺസ്ട്രക്ഷൻ ഏരിയയിൽ ജോലി ചെയ്തിരുന്ന 3 പേരെയും കാണാതാവുകയും പിന്നീട് ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയുമായിരുന്നു. ഹെലികോപ്റ്ററിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്റ്റാളേഷൻ പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിവരുന്നത്. 3 പേർക്കും പ്രാഥമിക പരിചരണം ലഭ്യമാക്കി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഈദുൽ ഫിത്റിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാജ്യം വ്യാപകമായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. വിശുദ്ധ റംസാനിന്റെ ദിനരാത്രങ്ങൾ ആരാധന കൊണ്ടും ജീവിത ചിട്ടയിലൂടെയും ക്രമീകരിച്ച ശേഷമാണ് വിശ്വാസികൾ ഈദിനായി ഒരുങ്ങുന്നത്. ഇത്തവണത്തെ ഈദ് അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് എങ്ങും. അവധി ദിന യാത്രകളുടെ പുനൊരുക്കത്തിലാണ് പലരും. പെരുന്നാൾ വിപണിയിൽ അനുഭവപ്പെടുന്നത് കനത്ത തിരക്കാണ്. വാരാന്ത്യ അവധി ദിനമായതിനാൽ ഇന്നു മുതൽ തിരക്ക് വർദ്ധിക്കും. പെരുന്നാൾ അവധി ഇന്നലെ മുതൽ ആരംഭിച്ചത് ഉപഭോക്താക്കൾക്കും കച്ചവടക്കാർക്കും ഗുണകരമായി. പകലിൽ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂക്കുകളിലും ഗ്രാമീണ ചന്തകളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും തിരക്ക് അനുഭവപ്പെട്ടു. പെരുന്നാൾ ദിവസം വ്യക്തമായാൽ ഉണ്ടാകുന്ന തിരക്കിനെ പ്രതിരോധിക്കാൻ ചിലർ നേരത്തെ തന്നെ എത്തി. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായനികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഇന്ത്യയുമായുള്ള പ്രോട്ടോകോൾ അംഗീകരിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജനുവരി 27 മസ്കത്തിൽ നടന്ന ചടങ്ങിലാണ് ഇരു പ്രോട്ടോകോളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒമാനിലെ അന്നത്തെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന അമിത് നാരംഗും ഒമാനെ പ്രതിനിധീകരിച്ച് നികുതി അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ കാമിസ് അൽ ജാഷ്മിയുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിലും വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വെട്ടിപ്പ് തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കരാർ ഭേദഗതി ചെയ്ത പ്രോട്ടോകോൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കരാറിന് വളരെ അധികം പ്രാധാന്യം ഉണ്ട്. നികുതി മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായാണ് പുതുക്കിയ പ്രോട്ടോകോൾ ഉണ്ടായതെന്ന് അധികൃതർ അഭിപ്രായപ്പെട്ടു. അതേസമയം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായതാണ് വിവരം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളുടെയും ചരക്കുകളുടെ തീരുവ കുറയ്ക്കുകയും സാമ്പത്തിക മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൊത്തത്തിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒമാന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒരാളായി ഇന്ത്യ വളർന്നു. 2023 ദക്ഷിണ കൊറിയയ്ക്ക് ശേഷം ഒമാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 4ാമത്തെ വലിയ വിപണിയായിരുന്നു ഇന്ത്യ. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഒമാന്റെ എണ്ണ ഇതര കയറ്റുമതിയുടെ 3ാമത്തെ വലിയ വിപണിയുമായിരുന്നു ഇന്ത്യ. ഇന്ത്യയുമായുള്ള മൊത്തത്തിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കാൻ ഒമാൻ താൽപര്യപ്പെടുന്നുവെന്നും ഒമാനിൽ ഇന്ത്യൻ നിക്ഷേപകർക്ക് വലിയ താൽപര്യമുണ്ടെന്നും ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് വ്യക്തമാക്കുന്നു. 2023-24 ഒമാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $8.9 കോടി ആണ്. ഇന്ത്യയുടെ കയറ്റുമതി $4.2 കോടി ഇറക്കുമതി $4.5 കോടി ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വെങ്കട ശ്രീനിവാസ് ഔദ്യോഗികമായി ചുമതലയേറ്റു.
ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിക്ക് നിയമനയോഗ്യതാ പത്രം കൈമാറി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തെ മികച്ച നിലയിൽ സേവനം അനുഷ്ഠിക്കുന്നതിനും ഇന്ത്യൻ അംബാസഡർക്ക് സാധിക്കട്ടെയെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ആശംസിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ജോലി ചെയ്തുവരെയാണ് വെങ്കട ശ്രീനിവാസ് ഒമാനിലെ അംബാസഡറായി നിയമിതനാകുന്നത്. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ 1993 ബാച്ചുകാരനാണ്. ശവ്വാൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി നാളെ യോഗം ചേരും. മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 24644037, 24644070, 24644004, 24644015 എന്നീ നമ്പറുകളിൽ വിവരം അറിയിക്കാവുന്നതാണ്. 24693339 എന്ന നമ്പറിൽ ഫാക്സ് ചെയ്യാവുന്നതാണ്. രാജ്യത്ത് ഇന്ന് റംസാൻ 28 ആണ്. നാളെ മാസപ്പിറ കാണുകയാണെങ്കിൽ ഞായറാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. അല്ലെങ്കിൽ റംസാൻ 30 പൂർത്തീകരിച്ച് തിങ്കളാഴ്ച ഈദുൽ ഫിത്തർ ആഘോഷിക്കും. രാജ്യത്ത് മാസപ്പിറ നിരീക്ഷിക്കുന്നതിന് വിപുലമായ സൗകര്യങ്ങളാണ് ഔഖാഫ് മതകാര്യ മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. റോവി KMCC മെഗാ ഗ്രാൻഡ് ഇഫ്താർ സംഗമം റോവി ഖാബൂസ് മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടന്നു. വനിതകൾക്കും കുട്ടികൾക്കും ഇത്തവണ പ്രത്യേകം വേദിയൊരുക്കിയിരുന്നു. 1000-ൽ പരം സ്ത്രീകളാണ് ഫൈസൽ ബിൻ തുർക്കി സ്കൂൾ മൈതാനത്ത് നടന്ന ഇഫ്താറിൽ പങ്കെടുത്തത്. പൊതു ഇഫ്താറിൽ 5000-ലേറെ അതിഥികൾക്കാണ് വിഭവങ്ങൾ ഒരുക്കിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ തർത്തീലിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ വാദി കബീർ മസ്കത്ത് ടവറിൽ നടക്കും. പ്രമുഖ പ്രഭാഷകൻ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യ അതിഥിയായിരിക്കും. ഖുർആനിക് റേസിംഗിൽ SYS സംസ്ഥാന സെക്രട്ടറി സാദിഖ് സഖാഫി പെരുന്താറ്റിരി പങ്കെടുക്കും. വിശുദ്ധ ഖുർആൻ പഠനവും പാരായണ പരിശീലനവും ലക്ഷ്യം വെച്ച് RSC സംഘടിപ്പിക്കുന്ന തർത്തീൽ 8ാം പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്. ഒമാനിലെ 11 സോണുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മത്സരിക്കും. GCC രാജ്യങ്ങൾക്ക് പുറമെ ഇംഗ്ലണ്ട്, ഈജിപ്ത്, ഓസ്ട്രേലിയ, ജർമ്മനി, സ്കോട്ട്ലൻഡ് തുടങ്ങിയ 20 രാഷ്ട്രങ്ങളിലും തർത്തീൽ നടന്നുവരികയാണ്. വിശുദ്ധ റംസാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന റംസാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഒമാൻ ICF SJM സംയുക്തമായി സംഘടിപ്പിച്ച തിലാവ ഖുർആൻ പാരായണ മത്സരത്തിലെ 4ാം എഡിഷന് പ്രൗഢസമാപനം. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും വിവിധ വിഭാഗം മത്സരങ്ങളിൽ മാറ്റുരച്ചു. അവധിക്കാല യാത്ര പുറപ്പെടുന്നവർ വീടുകൾ സുരക്ഷിതമാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മോഷണം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വീടുകൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ പ്രാധാന്യം പോലീസ് ഓർമ്മിപ്പിച്ചു. ദീർഘകാലത്തേക്ക് വീടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ താമസക്കാർ പാലിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ പോലീസ് വിശദീകരിച്ചു. ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫാഖ് കുർബ ക്യാമ്പയിനിൽ 488 തടവുകാർക്ക് കൂടി മോചനം. ഈ വർഷം ഇതിനോടകം മോചിതരായവരുടെ എണ്ണം 999 കടന്നതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മോചനം നേടിയവരിൽ കൂടുതൽ മസ്കത്തിലാണ്. 202 തടവുകാർ വടക്കൻ ബാത്തിന 118, ദാഹിറ 16, ബുറൈമി 55, തെക്കൻ ഷർക്കിയ 7, തെക്കൻ ബാത്തിന 4, ദാഖ്ലിയ 16, വടക്കൻ ഷർക്കിയ 22, ദോഫാർ 43, അൽവുസ്ത 1 എന്നിങ്ങനെയാണ് വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും മോചനം നേടിയവരുടെ എണ്ണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.